റിൻസി എടേ നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ടടി ഡേ. ഓ അവള് നാട്ടിലാണല്ലോ ദൈവമേ. ഒരു കണക്കിന് ഈ ഫ്രോസൺ ഫുഡ് മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കണ പോലെ നാട്ടിലെ ചായക്കടയിൽ നിന്ന് കുറെ ചായ ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കുടിച്ചാൽ പോരെ. അതൊരു നല്ല ബിസിനസ് ഐഡിയ ആണല്ലോ. ആ എന്നാ പറയാനാ, ബുദ്ധിയുള്ളവനോട്ട് കാശും കൊടുക്കുകയില്ല, കാശുള്ളവന് ഒരു വെണ്ടയ്ക്ക ബുദ്ധി ഇല്ലതാ. വെള്ളം തിളച്ചു പാലൊഴിക്കാം. അയ്യേ, ഇതിനകത്ത് ഒരു തുള്ളി പാലില്ലല്ലോ. ഇന്നലെ ഇതിനകത്ത് കുറച്ച് പാലുണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഗിരിഗിരി എടുത്ത് കുടിച്ചു കാണും. എന്നിട്ട് അവനാ കന്നാസ് കളയാതെ ഭദ്രമായിട്ട് വെച്ചേക്കുക. ഓ, നാട്ടിലെങ്ങാനായിരുന്നെങ്കിൽ ഈ കയ്യിൽ എടുത്തോണ്ടങ്ങ് പോകാറുന്നു. ഇതിപ്പി കളസമൊക്കെ കുത്തി കയറ്റാതെ ഒരു പാല് പഴിക്കാനായാലും പോകാനൊക്കും. ഒരു ചായ ഉണ്ടാക്കാനും പറ്റി എന്തോരം ബുദ്ധിമുട്ടാണ്. ഇത് തേയിലയോടെ ദൈവമേ, ഈ കുപ്പിക്കകത്ത് ഒരു തരി തേയിലില്ല. അവൾ കുറിച്ചു വെച്ചിട്ടുണ്ട്, ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ടീ. ഇവക്ക് ഇത് കുറിച്ചു വെക്കണ നേരത്തെ അത് മേടിച്ചു വെച്ചാ പോരാന്നോ? എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയൊന്ന് പാലും വെള്ളം കുടിക്കാം, അത് മതി. ഒരു സ്വെറ്റർ ഉള്ള ഇവളെ എവിടെ കൊണ്ട് വെച്ചെന്നാ പറഞ്ഞത് എനിക്കറിയാം. ദൈവമേ, അതില്ലാതെ മേലെന്താ. ഞാനിവിടെയും കാണില്ല. ഏതായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഇതാരാ? ടിങ്കു മോനാണോ? ഓ, പിങ്കി മോളാണോ? ഓ, ജിജുമോളാ അല്ലേ? ഇത് ജോർജങ്ങളാ. നീ ആ ഫോണൊന്ന് സൈക്കിള് മേടിച്ചോ? മോനെ, നീ ആ ഫോൺ എന്നാ പറഞ്ഞേ? ഡിഗാലാൻഡി പോയോ? കൊള്ളാം. എൻജോയ്മെന്റ് ആയിരുന്നോ മോനെ? ആ ഫോണൊന്നേ റിൻസി ആന്റിയുടെ കൊടുക്കാവോ? എടാ, ജിൻസി ആന്റി അല്ല, റിൻസി ആന്റി. കൊടുത്തു. ഇതിപ്പോ പട്ടിക്ക് പേരിടണ പോലെ എല്ലാം ഒരേ രീതി പേരിട്ടാ എന്നാ ചെയ്യല്ലേ. ജിൻസി എന്നാ പറയുന്നു? കല്യാണമൊക്കെ കേമായിട്ട് നടന്നല്ലേ? ഓക്കെ, എല്ലാം ഇവിടെ സുഖമായിട്ടിരിക്കണു. പിള്ളേർക്ക് വിഷയമൊന്നും ഇല്ലല്ലേ? ഒരു ഹാപ്പി അല്ലേ? ജിൻസി, നീ റിൻസിക്ക് ഒന്ന് കൊടുത്തേ. അവനടുത്തുണ്ടോ? എന്നാ കൂടെ. ഹലോ, അളിയാ, എന്നാ ഉണ്ട്? സുഖാണോ? പിള്ളേരൊക്കെ വന്ന് ആകെപ്പാട് ബഹളായിരിക്കും അല്ലേ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല അല്ലേ? അളിയാ, റിൻസിയുടെ കയ്യിലൊന്ന് കൊടുത്തേ. റിൻസി, എടി, എന്നാണ്ട് നീ നമ്മൾ നാളെ ക്രിസ്മസിന് മേടിച്ച സ്വെറ്റർ എവിടെ വെച്ചേ? ഹലോ, കോളിംഗ് കാർഡിന്റെ ഒരു കാര്യം തീർന്നു. ഇത് തട്ടിപ്പാന്ന് എല്ലാരും പറഞ്ഞു. ശരിയാ. ഞാൻ ഇത്രയും നേരം നോക്കിയിരിക്കുവായിരുന്നു ഒരു കമ്പനിക്ക്. കഴിക്കേ. നീ ഇടയായിട്ട് ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കും തോന്നി. കണ്ണാടിയെ നോക്കിയപ്പോൾ ഞാൻ ഇച്ചിരി മെലിഞ്ഞിരിക്കുക. അതെങ്ങനെയാ? നേരത്തെയും കാലത്തെയും വല്ലതും കഴിക്കണ്ടേ? നിനക്ക് നേരവും കാലവും വല്ലതും ഉണ്ടോ? ഏത് നേരത്തും തീറ്റയല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ തമാശ പറഞ്ഞാടാ. കഴിച്ചു. ചേട്ടായി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ഈ നാട്ടില് ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ അടുത്ത ബസ്. കഴിഞ്ഞ ദിവസം 5 സ്ഥലത്തു നിന്ന് തന്നെ വിളിച്ചു. പറഞ്ഞിട്ടെന്നാ കാര്യം? എല്ലാം അടുത്തടുത്ത ടൗണിൽ നിന്നാ. 5 ദിവസം എടുത്തു ഓരോ പോളിസി തീർക്കാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1 ദിവസം എടുക്കും ഒരു പോളിസി തീർക്കാൻ. എടാ, അതിപ്പം നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് ബസ് സർവീസ് വല്ലതും നടത്താൻ പറ്റുമോ? ഞാനൊരു കാറ് മേടിച്ചാലോ എന്ന് ആലോചിക്കുക. എടാ, അതിപ്പോ പണ്ടത്തെ പോലെ അത്ര എളുപ്പമൊന്നും അല്ല. അതിന് ഒത്തിരി പേപ്പർ വർക്കൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ അന്വേഷിച്ചു. ഞാൻ പലരോടും ചോദിച്ചു. ന്യൂജേഴ്സിയിൽ വണ്ടി ഓടിക്കാൻ ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്ത ഏതെങ്കിലും ലൈസൻസ് ഉണ്ടായാൽ മതി. അത് ഏത് രാജ്യത്തിന്റെ ആയാലും കുഴപ്പമില്ല. അതിന് നിനക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. ഇതെന്നാടാ ഇത്രയും പേപ്പർ? ഇതൊരു ചേരുമ്പടി ചേർക്കാന്ന് പറഞ്ഞാലേ. ഇത് എത്ര കടലാസാ? ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇച്ചിരി കീറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം ഇംഗ്ലീഷിലല്ലേ. ഇതെന്നാടാ ഇങ്ങനെ കുത്തഴിച്ചോണ്ട് വന്നേ? അയ്യേ.
ഇതെന്നാന്ന് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യാം, ചോറുണ്ട്. എനിക്ക് വേണ്ട ഈ ഉണക്കച്ചോറ്. ചുമ്മാ ഒരുമാതിരി ഉപ്പുമില്ല, പുളിയില്ല, എരിവില്ല. റിൻസി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ല ഫുഡ് കിട്ടിയാണ്. ഇത് ചുമ്മാതെ നീ ഈ മുതലയുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇത് കുട്ടികളുടെ പരിപാടിയല്ലേടാ. മുതലയുടെ ആയാലും നല്ല കോമഡി ഉണ്ട്. പിന്നെ അമേരിക്കൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഇത് ബെസ്റ്റാന്ന് എല്ലാരും പറഞ്ഞു. ഈ പരിപാടി കണ്ട് ഇംഗ്ലീഷ് പഠിക്കാനിരുന്നാലേ അങ്ങ് കുഴിയിലോട്ട് എടുക്കേണ്ട വന്നാലും ഇംഗ്ലീഷ് പഠിത്തം നടക്കുകയല്ല. ഇവിടെ ആണെങ്കിൽ റിൻസി പോയപ്പോൾ ഒരു 100 കൂട്ടം ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രിസിറ്റി ബിൽ അയക്കേണ്ട ദിവസം കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പോസ്റ്റ് ഓഫീസിൽ പോയി ഇതങ്ങ് മെയിൽ ചെയ്തേക്കാം. എന്നിട്ട് തിരിച്ച് ഇന്ത്യ സ്റ്റോറിൽ കയറി ഒരു 5-6 മൂവിയൊക്കെ എടുത്തോണ്ട് വരാം. ചുമ്മാ ഇരിക്കുമ്പോൾ കാണാമല്ലോ. വാ. നല്ല കോമഡി ആയിരുന്നു. വന്നിട്ട് കാണാം. വാ. ഇന്ന് നല്ലൊരു ദിവസമാണല്ലോടാ. ചേട്ടേ വന്ന് അത് വേണോ? അയ്യൻ എടാ, ചക്കിമോടെ കല്യാണം വരെയൊക്കെ ഒന്ന് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ. എന്നാലും എടുക്കാനുള്ളതല്ലേ? അങ്ങോട്ടോ മോളോട്ടോ? അല്ലേ ഏട്ടാ, ഈ വണ്ടി എടുക്കാനുള്ളതല്ലേ? അത് ശരി. താതാ ഇങ്ങതാ. നിനക്ക് ഓടിക്കാനൊക്കെ അറിയോ? എനിക്കറിയാം. താ ലൈസൻസ് ഒക്കെ ഉണ്ടോ? ചേട്ടാ ഇന്നൊരു നല്ല ദിവസമല്ലേ? അതൊക്കെ അതെ. ചേട്ടാ ഈ സൈഡിൽ ഇരുന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ അത് ഫോളോ ചെയ്തോളാം. സൂക്ഷിച്ച് ഓടിക്കണം. നീ നേരെ ഓടി, നീ നേരെ നോക്കി ഓടി. നീ അങ്ങനെ അങ്ങോട്ട് കൊടുക്കരുത്, വെട്ടിക്കണേ. ദൈവമേ, പോലെ പോലീസുകാരൻ വന്നെങ്കിൽ പിന്നെ എന്നെ പിടിച്ചോണ്ട് പോകും. ചേട്ടായി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കണ എങ്ങനെയാ? നീ എന്നാ ഓടിക്കണം. നീ ഇത് കിടന്നിട്ട് ഏത് നേരം തിരിക്കണ്ട, നേരെ പിടിച്ചാ മതി. അറിയോ? അതിപ്പോ എന്റെ കുഴപ്പമില്ല, ഉണക്ക കാറാ. അത് ശരി. എന്നാ നിനക്ക് ഞാൻ പഠിക്കാൻ ഞാൻ മനസ്സ് പഠിച്ചോണ്ട് വരാം. അവിടെ സ്റ്റോപ്പ് സൈൻ ഉണ്ട്, അവിടെ ചെല്ലുമ്പോ ചവിട്ടിക്കണം. സ്റ്റോപ്പ് സൈൻ അങ്ങല്ലേ ചേട്ടായി? ബ്രേക്ക് ഇവിടെയല്ലേ ചേട്ടായി? എല്ലാത്തിനും അവിടെ ചവിട്ടുന്നത്. അതിന് ഇവിടെ തൊട്ട് ചവിട്ടിയെങ്കിലേ അവിടെ ചെല്ലുമ്പോ നിൽക്കുള്ളൂ. എന്നാ പറയാനാ, നിന്റെ ഓടിയിലൊന്നും ശരിയില്ല. ഇതൊക്കെ ഒരു കലയാ. ഇതൊക്കെ നല്ല കലാപരമായിട്ടൊക്കെ ഓടിക്കണം. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചുമ്മാ ഈ ചക്രം തിരിക്കണമല്ലോ, തിരിക്കാതെ നേരെ പിടിക്കും. ചേട്ടായി കാറിന്റെ അകത്ത് കയറിയ ഉടനെ കമന്ററി കണക്കങ്ങ് പറയൂല്ലേ? എടാ, അതങ്ങനെ ആശാന്മാർ അങ്ങനെയൊക്കെ പറയും. അതങ്ങനെ എന്നാലേ ശരിയാവുള്ളൂ. അവിടെ വണ്ടി പുറകോട്ട് എടുക്കണ്ട. നോക്കി പോണം എന്ന് പറഞ്ഞാ വണ്ടിയുടെ പുറകെ നോക്കി പോണം എന്നല്ല പറഞ്ഞ, സൂക്ഷിച്ചു പോണെന്ന്. ചേട്ടായി തന്നെ ഓടിക്കും. നീ എവിടെ പോടാ? നീ നടന്നു വരേണ്ട വരും കേട്ടോ. അവൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത്. ഒരു പാമ്പ് വളയണ പോലെ വണ്ടി ഓടിക്കണം. പിന്നെ പറയാതിരിക്കണം എങ്ങനെയാ? ഇവരിത് എന്നാ പടങ്ങളൊക്കെ എടുത്തോണ്ട് വന്നേക്കണേ. പടയപ്പ, ഭാഷ, ശിവാജി. ഇത് കൊള്ളാം. പുരാണ പടങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി. ജീൻസ് ഇട്ട ശിവാജിയോ? ഇനി സിനിമ മാറിപ്പോയോ? അയ്യോ, കറണ്ട് പോയല്ലോ. അവന്മാര് കറണ്ട് കട്ട് ചെയ്തെന്നാ തോന്നണേ. ഒറ്റയ്ക്കുള്ള സമയത്ത് അവർ കട്ട് ചെയ്തല്ലോ. ദൈവമേ, ആരാടാ അത്? ഗിരിഗിരിയാണോടാ? ആരാത്? ചേട്ടായി പേടിച്ചു പോയാ? നിന്നെ വെളിച്ചത്തെ ആൾക്കാരെ കണ്ട പേടിക്കും, പിന്നെ ഇരുട്ടത്ത് വന്നാല്. ഇതന്നെ ചേട്ടാ, ഈ നാട്ടിലും പവർ കട്ടുണ്ടോ? അതെ, നമ്മൾ ബില്ലടയ്ക്കാൻ താമസിച്ചില്ലേ, അതുകൊണ്ട് ചിലപ്പോ അവര് കട്ട് ചെയ്തതായിരിക്കും. നാളെ നമ്മുടെ കാശ് അങ്ങ് കിട്ടുമ്പം അവര് നേരെ ആക്കിക്കോളുമായിരിക്കും, അല്ലേടാ? എന്തൊക്കെയായാലും നാട്ടിലെ പവർ കട്ട് ഒരു രസമാണ്. ആ സമയത്ത് ഞങ്ങൾ പുസ്തകമൊക്കെ അടച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞിരിക്കും. ശേല നാട്ടിൽ ഈ കറണ്ട് പോണ സമയത്തേ ഓരോന്നടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കാൻ നല്ല ശേലായിരുന്നു. അതൊക്കെ ഒരു കാലം. അല്ല, അത് പറഞ്ഞപ്പോഴാ നമുക്കൊന്ന് കൊഴിപ്പിക്കണല്ലോടാ. ഇനി റിൻസിയും പിള്ളേരും വരാൻ ഒരാഴ്ചയോടെ ഉള്ളൂ. നമുക്കൊന്ന് കൂടണം. നാളെ നമുക്കൊന്ന് കൂടുവാണെങ്കിൽ ആരെയൊക്കെ കിട്ടും? ആ ഫിലിപ്പിനെ ഒന്ന് വിളിച്ചാലോ? അയാളെ ഒന്നും വിളിക്കണ്ട. അയാളിപ്പം വിളിച്ചാൽ ഫോണൊന്നും എടുക്കത്തില്ല. ചേട്ടായി വല്ലതും ഇൻഷുറൻസ് പിടിപ്പിക്കുമെന്ന് ഓർത്ത്.
ഓ അവനത്ര വലിമയാണ്, അവൻ വരണ്ട. നമുക്ക് നമ്മുടെ ആ ഇവനെ ഒന്ന് വിളിക്കാം, ബൈജുവിനെ. അവൻ്റെ ഭാര്യ നാട്ടിൽ പോയേക്കുക. പിന്നെ ആരെയൊക്കെ വിളിക്കാം? നമ്മുടെ ആ അയ്യരെ ഒന്ന് വിളിച്ചാലോ? പുള്ളി കള്ളു കുടിക്കോടാ? ആർക്കറിയാം, ചുമ്മാ കിട്ടിയാൽ ചിലപ്പോൾ കുടിക്കുമായിരിക്കും. വിളിച്ചു നോക്കാം. അങ്ങനെ നാളെ വരുന്നുണ്ട്, നമുക്ക് ഉമ്മാരെയൊക്കെ ഒന്ന് കൂടി നമുക്കൊന്ന് കൂടാം കേട്ടോ.